നീ എൻ സ്വന്തം ഭാഗം 23. അല്പസമയം കഴിഞ്ഞതും രണ്ടുപേരുടെയും തൊണ്ടയിലെ വെള്ളം വറ്റിയതുപോലെ രണ്ടുപേരും ഇരുന്നു. ദക്ഷ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ഭാനുവിനും ഒരു ഗ്ലാസ് വെള്ളം വിശുദ്ധിനും കൊടുത്തു. രണ്ടുപേരും വെള്ളം കുടിച്ച് ആശ്വാസത്തോടെ ഇരിക്കുന്നത് കണ്ടതും, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തിൻ്റെ കുഴപ്പമാണ്? സാരംഗി ചോദിച്ചു. പിന്നെ നമ്മൾ എപ്പോഴാണ് ഇയാൾക്ക് അടിമേടിച്ചു കൊടുത്തത്? എപ്പോൾ കണ്ടാലും അയാൾ എൻ്റെ മെക്കിട്ട് കയറാൻ വരും. ഭാനു പറഞ്ഞു. നീയും മോശമൊന്നുമല്ല, സാരംഗി പറഞ്ഞു. അതെ, ഇനി എല്ലാം കൂടി എൻ്റെ മേത്തേക്ക് കയറ് എന്ന് പറഞ്ഞ് ഗർവിച്ചുകൊണ്ട് ഭാനു ഇരുന്നു. എന്നാൽ ഇടം കണ്ണിട്ട് വിശ്വം ഭാനുവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവളുടെ മുഖം കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അത് ശ്രീദേവ് വ്യക്തമായി കാണുകയും ചെയ്തു. പിന്നീട് എല്ലാവരും കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്നു. എന്നാലും ഇടയ്ക്കിടെ വിശ്വത്തിൻ്റെ കണ്ണുകൾ ഭാനുവിൽ തേടിച്ചെല്ലുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്രീദേവിൻ്റെ കണ്ണുകൾ ദക്ഷയിലും. ശ്രീദേവ് കഴിക്കാനായിട്ട് സ്നാക്സും അവർക്ക് വരുത്തിയിരുന്നു. എന്നാൽ പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണട്ടെ. നിങ്ങളെന്തോ മീറ്റിങ്ങിന് വന്നതാണെന്നല്ലേ പറഞ്ഞത്? അത് നടക്കട്ടെ, ശരണിയാണ് പറഞ്ഞത്. ഞങ്ങളൊന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും ദക്ഷയും ശരണിയും അടക്കം എല്ലാവരും എഴുന്നേറ്റു. അവർ എഴുന്നേറ്റ് പോയതും അവിടെ ശ്രീദേവും വിശ്വവും റോയും ശങ്കറും മാത്രമായി. ശരിക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്രീദേവ്. നിന്റെ അച്ഛനും ദാദിയും ശരണ്യെ കേരളത്തിലേക്ക് വരാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് റോയ് പറഞ്ഞു. ദേ, ഇവൻ്റെ ഒറ്റ വാക്കിൻ്റെ ബലത്തിലാണ് വന്നിരിക്കുന്നത്. ആ കൊച്ചിനെ പുറത്തേക്ക് വിടാതെ വീട്ടിൽ തന്നെ നിർത്തിയിട്ട് അതിന് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അറിയാലോ, ഇവൻ്റെ അച്ഛൻ വീട്ടുകാർ എല്ലാവരും ഒരു പ്രത്യേക ക്യാരക്ടറാണ്. അവരുടെ സ്റ്റാറ്റസ്, പൊസിഷൻ, അതിനെ വിട്ട് അവർ ഒന്നും ചെയ്യില്ല. ഈ കൊച്ചിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പോലും ഇവൻ വേണം. ഇവൻ കൂടി ഇല്ലാത്തത് കൊണ്ട് അത് ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. അമ്മ പിന്നെ കോളേജ് എന്ന് പറഞ്ഞു പോയാൽ ഈ കൊച്ചിൻ്റെ കാര്യം നോക്കാൻ ആരും ഉണ്ടാവാറില്ല. ശരണ്യെ പോകുന്നത് നോക്കിക്കൊണ്ട് വിശ്വം പറഞ്ഞു. സത്യമാണ് നീ പറഞ്ഞത്. അതിൻ്റെ മുഖത്ത് സന്തോഷം നോക്കിക്കേ. ഇത്രയും ചിരിച്ച് സന്തോഷിച്ച് നിങ്ങളുടെ പാലസിൽ ആ കൊച്ചു നടക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എത്ര സുഖസൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ശങ്കറും അത് ശരിവെച്ചു. ശ്രീദേവ് ശരണ്യയും ദക്ഷയും നടന്നു പോകുന്നത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ്റെ മുഖത്തെ പുഞ്ചിരി കണ്ടതും റോയും ശങ്കറും പരസ്പരം നോക്കി. അവന് മാത്രമല്ല, ഇവനും ചില മാറ്റങ്ങൾ കാണുന്നുണ്ട്. റോയ് പറഞ്ഞതും വിശ്വം ശ്രീദേവിനെ ഒന്ന് നോക്കി. എന്ത് മാറ്റം? എനിക്കൊരു മാറ്റവുമില്ല, ശ്രീദേവ് പറഞ്ഞു. അത് വെറുതെ. നിനക്ക് നല്ല മാറ്റമുണ്ട് ശ്രീദേവ്. ഞങ്ങൾ നിന്നെ ഒത്തിരി നാളായിട്ട് കാണുന്നതല്ലേ? ശങ്കറും പറഞ്ഞു. ഓ ശരി, മാറ്റങ്ങൾ ഉണ്ടായിക്കോട്ടെ. മാറ്റങ്ങളെല്ലാം നല്ലതിനാണ് എന്നല്ലേ പറയുന്നത്? വിശ്വം ആ ചർച്ച അവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ എന്താണ് പുതിയ ടെൻഡറിൻ്റെ കാര്യം? ശ്രീദേവ് ചോദിച്ചു. എടാ, അതൊരു ഫോറിൻ കമ്പനിയാണ്. വലിയ ബിസിനസ് സംരംഭമാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അത് കിട്ടാൻ വേണ്ടി ഒത്തിരി പേർ പല വാഗ്ദാനങ്ങളുമായിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അവർ അതിന് ഒരു പോസിറ്റീവ് റിപ്ലൈ തന്നിട്ടില്ല. നമ്മളെപ്പോലെ തന്നെ അതിനുവേണ്ടി വിശ്വജിത്തും ഇറങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ ബിസിനസ് രംഗത്തുള്ള എല്ലാവരുടെയും ഒരു പ്രധാന സംസാരം തന്നെ ഇത് വിശ്വജിത്തിൻ്റെ ഗ്രൂപ്പിന് കിട്ടുമോ അതോ SS ഗ്രൂപ്പിന് കിട്ടുമോ എന്നാണ്. അതിൻ്റെ കൂടെ തന്നെ SS ഗ്രൂപ്പിൻ്റെ CEO ആരാണെന്നറിയാൻ വേണ്ടി വിശ്വജിത്തിൻ്റെ ആളുകൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രൊജക്റ്റിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ എല്ലാവരും നിന്നെ കാണാൻ വേണ്ടി പല അന്വേഷണങ്ങളും നടത്തുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്, ശങ്കർ പറഞ്ഞു. ശ്രീദേവ് അവർ പറയുന്നത് കേട്ടിരുന്നു. എന്നിട്ട് ഇപ്രാവശ്യത്തെ ടെൻഡർ എമൗണ്ട് എത്രയാണ്? ശ്രീദേവ് ചോദിച്ചു. ടെൻഡർ എമൗണ്ട് റോയ് പറഞ്ഞതും ശ്രീദേവ് അല്പസമയം മിണ്ടാതെയിരുന്നു. ഇപ്രാവശ്യം ടെൻഡർ വയ്ക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ടെൻഡർ എമൗണ്ട് SRD ഗ്രൂപ്പിൻ്റെ പേരിൽ വെച്ചാൽ മതി. SS ഗ്രൂപ്പിൻ്റെ പേരിൽ ഞാൻ പറയുന്ന ടെൻഡർ എമൗണ്ട് വെച്ചാൽ മതി. അതും ഇപ്പോൾ വയ്ക്കണ്ട, സമയത്തിന് തൊട്ടു മുൻപ് മാത്രം വെച്ചാൽ മതി, ശ്രീദേവ് പറഞ്ഞു. പക്ഷേ ശ്രീദേവ്, SRD ഗ്രൂപ്പ് നിന്റെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അതെ, അതിനെന്താ കുഴപ്പം? SRD ഗ്രൂപ്പ് പുതിയ ബിസിനസ് രംഗത്ത് ചുവട് വയ്ക്കുന്നു എന്ന് തന്നെ ആയിക്കോട്ടെ. ഇപ്പോൾ അങ്ങനെ തോന്നാൻ കാരണം എന്തെങ്കിലും ഉണ്ടോ? ശങ്കർ ചോദിച്ചു. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. SRD ഗ്രൂപ്പ് എല്ലാ മേഖലകളിലും കൈവയ്ക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ അതിനു മുകളിൽ SS ഗ്രൂപ്പ് ഉണ്ടാകും. പുറമേ എല്ലാവരും നോക്കുമ്പോൾ SS ഗ്രൂപ്പിന് ഒരു എതിരാളി ആയിട്ടാണ് SRD ഗ്രൂപ്പ് വരേണ്ടത്, ശ്രീദേവ് പറഞ്ഞു.
ഇപ്പോൾ തന്നെ വിശ്വജിത്തിന് ഉറക്കം നഷ്ടപ്പെട്ടു എന്നാണ് പൊതുവെ സംസാരം. അതിനിടയ്ക്ക് SRD ഗ്രൂപ്പ് കൂടി അവനൊരു തലവേദന ആയി എന്നറിഞ്ഞാൽ അവൻ്റെ ബാക്കിയുള്ള പ്രതീക്ഷകൾ കൂടി നഷ്ടമാകുമല്ലോ. വിശ്വം പറഞ്ഞു. അവൻ്റെ പ്രതീക്ഷകൾ എല്ലാം തകർത്ത് കളയണം. വിശ്വജിത്തിൻ്റെ VJ ഗ്രൂപ്പ് അടിമുടി തകർത്ത് കളയണം. അത് പറയുമ്പോൾ ശ്രീദേവിൻ്റെ മുഖത്ത് ദേഷ്യമായിരുന്നു. പക്ഷേ നീ ഇപ്പോൾ ബിസിനസ് രംഗത്തേക്ക് കടക്കാൻ പോവുകയാണ് എന്നറിഞ്ഞാൽ അച്ഛനും മറ്റും പ്രശ്നമുണ്ടാക്കില്ലേ? നിന്റെ വല്യച്ഛൻ്റെ എല്ലാം വലം കൈയാണ് ഈ VJ ഗ്രൂപ്പ്, റോയ് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും എൻ്റെ പേരിൽ അറിയപ്പെടുന്ന SRD ഗ്രൂപ്പ് കളത്തിലേക്ക് ഇറങ്ങുന്നത്, ശ്രീദേവ് പറഞ്ഞു. ഇപ്പോൾ തന്നെ നിങ്ങൾ രണ്ടുപേരും SS ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളാണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഇനി മുതൽ SRD ഗ്രൂപ്പിൻ്റെ പ്രതിനിധികൾ ആയിട്ടായിരിക്കും നിങ്ങളെ എല്ലാവരും അറിയപ്പെടുന്നത്. എടാ, ഇപ്പോൾ തന്നെ SS ഗ്രൂപ്പിൻ്റെ ഓരോ ബിസിനസ്സും തലയിൽ കൊണ്ട് നടന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ നീ അടുത്ത പണി തരികയാണോ ഞങ്ങൾക്ക്? ശങ്കർ ചോദിച്ചു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് മറ്റാരെങ്കിലും വയ്ക്കാം, ശ്രീദേവ് പറഞ്ഞു. എൻ്റെ പൊന്നു ശ്രീദേവ്, ഞാൻ തമാശ പറഞ്ഞതാ. നമുക്ക് എല്ലാവർക്കും കൂടി നോക്കാടാ. നമ്മൾ 4 പേരുണ്ടെങ്കിൽ പിന്നെ മറ്റൊരാൾ വേണ്ട. പുറമേ നിന്നും നോക്കുന്നവർക്ക് നമ്മളെല്ലാവരും ഇൻവിസിബിളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ധൈര്യപൂർവ്വം നിന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് ഇരിക്കാൻ പറ്റുന്നത് പോലും. SS ഗ്രൂപ്പിൻ്റെ ഓരോ സ്റ്റാഫിൻ്റെയും പുറകിൽ ആളുകളെ കുറച്ചുനാൾ മുമ്പ് വരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചുനാൾ മുമ്പ് വരെ നമ്മുടെ മാനേജർ അടക്കം എല്ലാവരുടെയും പുറകെ ഒരുപാട് ഓഫറുകളും വാഗ്ദാനങ്ങളുമായിട്ട് VJ ഗ്രൂപ്പിൻ്റെ ആളുകൾ ഉണ്ടായിരുന്നു, റോയ് പറഞ്ഞു. പക്ഷേ ശ്രീദേവ്, SS ഗ്രൂപ്പും SRD ഗ്രൂപ്പും രണ്ടും രണ്ടല്ലേ? അപ്പോൾ തോൽവി ഏതെങ്കിലും ഒരു ടീമിന് വേണ്ടേ? SS ഗ്രൂപ്പ് ജയിച്ചാൽ സ്വാഭാവികമായിട്ടും SRD ഗ്രൂപ്പ് പരാജയപ്പെടില്ലേ? അത് നമ്മുടെ ബിസിനസ്സിന് ഒരു ബാഡ് മാർക്ക് തന്നെയല്ലേ? ശങ്കർ ചോദിച്ചു. തൽക്കാലത്തേക്ക് SRD ഗ്രൂപ്പ് പങ്കെടുക്കുന്ന പ്രൊജക്റ്റുകളിൽ ഒന്നും SS ഗ്രൂപ്പ് എടുക്കുന്നില്ല. SS ഗ്രൂപ്പ് എടുക്കുന്ന പ്രൊജക്റ്റുകൾ ഒന്നും SRD ഗ്രൂപ്പും എടുക്കുന്നില്ല. അപ്പോൾ പരസ്പരം ഒരു തോൽവി ഒഴിവാക്കാം. എന്നാൽ VJ ഗ്രൂപ്പ് എടുക്കുന്ന പ്രോജക്റ്റുകളിൽ പലതും മാറി മാറി SRD ഗ്രൂപ്പ് അല്ലെങ്കിൽ SS ഗ്രൂപ്പ് എടുക്കണം, ശ്രീദേവ് പറഞ്ഞു. അപ്പോൾ ശരിക്കും VJ ഗ്രൂപ്പിന് വട്ടം ചുറ്റിക്കാൻ തന്നെ നീ തീരുമാനിച്ചു അല്ലേ? അതെ, ശ്രീദേവ് ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. ശ്രീദേവ്, നിന്റെ അച്ഛൻ്റെ ഫാമിലിയിൽ ഉള്ളതാണ് ഈ VJ ഗ്രൂപ്പ്. അത് ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? ഇത്രയും നാളും SRD ഗ്രൂപ്പ് ഒന്നിലും ഇറങ്ങാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാതിരുന്നത്, ശങ്കർ പറഞ്ഞു. ആരു പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്ന്? പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും SRD ഗ്രൂപ്പിൻ്റെ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ എല്ലാം പല സ്ഥലങ്ങളിലും തുടങ്ങുമ്പോഴേക്കും VJ ഗ്രൂപ്പ് പണി കൊടുക്കാറുണ്ട്. അവരുടെ റെസ്റ്റോറൻറ്റുകളും ഹോട്ടൽ ബിസിനസ്സുകളിലും പലപ്പോഴും SRD ഗ്രൂപ്പ് ഒരു എതിരാളി തന്നെയാണ്. അത് പുറമേ കാണിച്ചില്ല എന്നേയുള്ളൂ, ശ്രീദേവ് പറഞ്ഞു. നിന്റെ മുത്തച്ഛൻ്റെ ബിസിനസ്സാണ് ഇപ്പോഴുള്ള SS ഗ്രൂപ്പ് എന്ന് അറിയാവുന്നത് കൊണ്ടാണ് നിന്റെ അമ്മ വീട്ടുകാരും അച്ഛൻ വീട്ടുകാരും ശത്രുതയിലായത്. അതും നിന്റെ അമ്മയുടെയും അച്ഛൻ്റെയും വിവാഹശേഷം. മുത്തച്ഛൻ നടത്തിയ ബിസിനസ് മറ്റൊരാൾക്ക് കൈമറിഞ്ഞു പോയപ്പോൾ അത് ആരിലേക്കാണ് കൈമറിഞ്ഞത് പോയത് എന്ന് അറിയാനുള്ളൊരു അന്വേഷണമൊക്കെ നടത്തി. പക്ഷേ ഇതുവരെയും അവർക്കത് കണ്ടെത്താനായിട്ടില്ല. ശക്തി ഗ്രൂപ്പും ശ്രീദേവ് ഗ്രൂപ്പും തമ്മിൽ കൂടിച്ചേർന്നതാണ് SS ഗ്രൂപ്പ് എന്ന്. നിന്റെ മുത്തച്ഛൻ്റെ ബിസിനസ് കത്തിജ്വലിച്ചുകൊണ്ടിരുന്ന കാലം മുതലേ വഴക്കുണ്ടായതാണ്. നിന്റെ അച്ഛൻ വീട്ടുകാർക്ക് നിന്റെ അമ്മ വീട്ടുകാർ ഇഷ്ടമല്ലാത്തതും അതുകൊണ്ടാണ്. പിന്നെ നിന്റെ അച്ഛൻ ആ കോളേജ് മാത്രം നോക്കി നടത്തുന്നത് കൊണ്ട് അദ്ദേഹത്തെ ഇതൊന്നും ബാധിക്കാത്തതും അദ്ദേഹം ഇത് മൈൻഡ് ചെയ്യാത്തതും. പിന്നെ നിന്റെ ദാദയും ദാദിയും പെട്ടിരിക്കുകയാണ്, ആരുടെ ഒപ്പം നിൽക്കും എന്നറിയാതെ. പക്ഷേ നിന്റെ വല്യച്ഛന്മാർ ആൾ പ്രശ്നക്കാരാണ്. അവരെയാണ് ആദ്യം അടിച്ചിരുത്തേണ്ടത്. പിന്നെയും അവർ കുറേ നേരം കൂടി അവിടെ ഇരുന്ന് സംസാരിച്ചു. അപ്പോഴെല്ലാം ദക്ഷയും കൂട്ടരും അവിടെയെല്ലാം ചുറ്റിക്കറങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് കുറേ ആളുകൾ ഓടിപ്പോകുന്നത്. എന്താണ് അവിടെ ആളുകൾ ഓടിപ്പോകുന്ന ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ശ്രീദേവും മറ്റും എഴുന്നേറ്റു. ആളുകൾ ഓടിപ്പോകുന്ന ഭാഗത്തേക്ക് പോകുന്ന ഒരു സ്റ്റാഫിനെ പിടിച്ചു. എന്താ അവിടെ എന്താ പ്രശ്നം? വിശ്വൻ ചോദിച്ചു. അത് ഒരു കുഞ്ഞ് സ്വിമ്മിംഗ് പൂളിൽ വീണതാണ്. അവിടെയുണ്ടായിരുന്ന ഒരു പെൺകുട്ടി രക്ഷപ്പെടുത്തി, അയാൾ പറഞ്ഞുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ടവലും കൊണ്ട് ഓടി. വാ നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് അവർ 4 പേരും കൂടി അങ്ങോട്ട് നടന്നു. അപ്പോഴാണ് അവിടെയുള്ള ഒരു ബെഞ്ചിലിരുന്ന് ദക്ഷ തല തുടയ്ക്കുന്നത് കാണുന്നത്. അവളുടെ അടുത്ത് തന്നെ അവളുടെ കൂട്ടുകാരും ഇരിക്കുന്നുണ്ട്. അത് കണ്ടതും വിശ്വം ശ്രീദേവിനെ ഒന്ന് നോക്കി. അവർ വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താ പറ്റിയത്? റോയിയാണ് ചോദിച്ചത്.
അത് ആ കുട്ടി കളിച്ചുകൊണ്ടിരുന്നതാണ്. പന്ത് തട്ടി പൂളിലേക്ക് പോയപ്പോൾ കുഞ്ഞ് അതെടുക്കാൻ കൊമ്പിട്ടതാണ്. കുഞ്ഞ് പൂളിലേക്ക് വീണു. വെള്ളത്തിൽ വീഴുന്ന ശബ്ദം കേട്ട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ദക്ഷ അത് കണ്ടത്. അവൾ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി കുഞ്ഞിനെ കരയ്ക്ക് കയറ്റി. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. വെള്ളത്തിലേക്ക് വീണ സമയം തന്നെ കണ്ടതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല, ശ്രീകുട്ടി പറഞ്ഞു. പക്ഷേ ഇവളാകെ നനഞ്ഞു. ഇപ്പോൾ ഇങ്ങനെയാണ്, ഡ്രസ്സ് വേറെ ഇല്ലല്ലോ, എന്താ ചെയ്യുക? ഭാനു ചോദിച്ചു. അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ആ കുഞ്ഞിനെയും കൊണ്ട് ആ ഫാമിലിയും പിന്നെ കുറച്ച് ആളുകളും സ്റ്റാഫുകളും മറ്റും അങ്ങോട്ട് വരുന്നത്. അവർ വരുന്നത് കണ്ടതും ശ്രീദേവ് ഒന്ന് തിരിഞ്ഞു നിന്നു. അപ്പോഴേക്കും അവൻ്റെ ഒരു ഗാർഡ് അവന് മാസ്ക് കൊടുത്തു, കൂടെ ക്യാപ്പും. ഒരു സ്ത്രീ ദക്ഷയുടെ കയ്യിൽ വന്ന് പിടിച്ചു. അവർ നന്നായി പേടിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട് എന്ന് അവരുടെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അവർ ദക്ഷയോട് ഒരുപാട് നന്ദി പറഞ്ഞു. കുഞ്ഞ് അവരുടെ തോളിൽ കിടക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ തലയെല്ലാം തുടച്ച് മറ്റൊരു ഡ്രസ്സ് കുഞ്ഞിനെ ഉടുപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ദക്ഷ അവരോട് പറയുന്നതും മറ്റും ശ്രീദേവ് കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് ശ്രീദേവ് മറ്റൊരു കാര്യം കണ്ടത്. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 2-3 ചെറുപ്പക്കാർ ദക്ഷയെ ശ്രദ്ധിക്കുന്നതും അവളുടെ ശരീരത്തേക്ക് നോക്കുന്നതും എന്തോ പരസ്പരം പറയുന്നതും കണ്ടു. അപ്പോഴും അവരുടെ നോട്ടം ദക്ഷയിലാണ്. അത് കണ്ടപ്പോഴാണ് ശ്രീദേവും ദക്ഷയെ ശ്രദ്ധിക്കുന്നത്. അവൾ ഇട്ടിരുന്ന വൈറ്റ് ചുരിദാർ മുഴുവനും അവളുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നു. ടവലിൻ്റെ ഒരു ഭാഗം ഒരു സൈഡിൽ ഇട്ടിട്ടുണ്ടെങ്കിലും അവളുടെ ആ വൈറ്റ് ഡ്രസ്സ് ശരീരത്തോട് ചേർന്നാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ മാറിടവും വയറും അവളുടെ വടിവത്ത ശരീരവും എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട്. അവന്മാരുടെ നോട്ടം ദക്ഷയുടെ ശരീരത്തേക്കാണ് എന്ന് കണ്ടതും ശ്രീദേവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. പെട്ടെന്ന് ശ്രീദേവ് അവൻ്റെ ഷർട്ട് അഴിച്ചു. അവൻ ഷർട്ട് അഴിക്കുന്നത് കണ്ടതും എല്ലാവരും അവനെ നോക്കി. അവൻ ഷർട്ട് അഴിച്ചുകൊണ്ട് ആ ഷർട്ട് ദക്ഷയുടെ ദേഹത്തേക്കിട്ടു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ടവൽ ഉപയോഗിച്ച് അവളുടെ ശരീരം ഒന്നുകൂടി മറയ്ക്കുക കൂടി ചെയ്തു. പെട്ടെന്നുള്ള ശ്രീദേവിൻ്റെ ആ നീക്കം അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും അമ്പരപ്പിച്ചു. ദക്ഷ ഒരു ഞെട്ടലിൽ തന്നെയായിരുന്നു. ശ്രീദേവ് വേഗം ദക്ഷയുടെ കയ്യിൽ പിടിച്ചു. അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളെയും കൊണ്ട് നടന്നു. എന്താ സംഭവിക്കുന്നത് എന്ന് ആലോചിക്കാനുള്ള സമയം പോലും അവൾക്ക് കിട്ടിയില്ല. അവൻ്റെ പുറകിൽ തന്നെ ബാക്കിയുള്ളവരും നടന്നു. അപ്പോഴേക്കും ശ്രീദേവിൻ്റെ ഒരു സ്റ്റാഫ് കൊണ്ടുവന്ന് ഒരു ടവൽ കൊണ്ട് അവൻ്റെ ദേഹം മറച്ചു. ശ്രീദേവ് അവൻ്റെ സ്റ്റാഫിനോട് അവിടെ ഒരു റൂം റെഡിയാക്കാൻ പറഞ്ഞു. അവർ അകത്തേക്ക് ചെന്നപ്പോൾ തന്നെ അവിടുത്തെ മാനേജർ വന്ന് അവൻ്റെ കയ്യിലേക്ക് ഒരു താക്കോൽ കൊടുത്തു. വിശ്വം, നിങ്ങൾ ഇവരെ കൊണ്ടുപോയി ദക്ഷയ്ക്കുള്ള ഡ്രസ്സും എനിക്കുള്ളൊരു ഷർട്ടും വാങ്ങിയിട്ട് വാ. ശ്രീദേവ് പറഞ്ഞതും വിശ്വം ശരിയെന്ന് പറഞ്ഞു. ശ്രീദേവ് ദക്ഷയെ അപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് നടന്നത്. അപ്പോഴും അവളുടെ മുടിയുടെ വെള്ളം താഴേക്ക് വീഴുന്നുണ്ട്. അവരുടെ പുറകെ പോകാൻ പോയ ദക്ഷയുടെ കൂട്ടുകാരെ വിശ്വം വിളിച്ചു. നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം വാ, നമുക്ക് ഒരുമിച്ച് പോകാം. ശങ്കർ, റോയ്, നിങ്ങളും കൂടി വാ, വിശ്വം പറഞ്ഞു. വിശ്വം ഭാനുവിനെ ഒന്ന് നോക്കി. കാര്യം മനസ്സിലായതും ഭാനു, നമുക്ക് എല്ലാവർക്കും കൂടി പോവാം, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അവൾ ശരണ്യയോടും മറ്റുള്ളവരോടും പറഞ്ഞു. ചേച്ചി ഒറ്റയ്ക്കാവില്ലേ? ശരണ്യ ചോദിച്ചു. അത് കുഴപ്പമില്ല, ശ്രീദേവ് സാർ ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് വരാം, ഇവിടെ അടുത്ത് തന്നെയാണല്ലോ, അവൾ പറഞ്ഞു. എന്നാ വേഗം വാ എന്ന് പറഞ്ഞ് വിശ്വം തിരക്ക് കൂട്ടി. അതുകൂടിയായതും മറ്റുള്ളവർക്ക് ഒന്നും ആലോചിക്കാൻ പറ്റിയില്ല. എല്ലാവരും വിശ്വത്തിൻ്റെ കൂടെ നടന്നു. ഇതേ സമയം അവർ കൊടുത്ത ലക്ഷറി റൂമിൻ്റെ വാതിക്കൽ എത്തിയതും ശ്രീദേവ് താക്കോൽ കൊണ്ട് റൂം തുറന്നു. അവളെയും കൊണ്ട് അകത്തേക്ക് കയറി. റൂമിൻ്റെ ഡോറ് വലിച്ചടച്ചു. അവൻ്റെ ദേഹം മറിച്ച ടവലും അവൻ്റെ ക്യാപ്പും മാസ്കും എല്ലാം അവൻ ഊരി വലിച്ചെറിഞ്ഞു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തി കണ്ട് ദക്ഷ ഒന്ന് പേടിച്ചു. അവൻ അവളെ നോക്കി. അപ്പോഴാണ് അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയത്. കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്നത് കണ്ടതും അവളൊന്ന് പേടിച്ചു. അവൻ അവളെ വലിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ ചുണ്ടുകളിലേക്ക് ചുണ്ടുകൾ ചേർത്തു. അവളുടെ ചുണ്ടുകളെ കടിച്ചു നുണഞ്ഞു. പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ കണ്ണു മിഴിഞ്ഞുപോയി ദക്ഷയ്ക്ക്. ഒന്ന് പ്രതികരിക്കാൻ പോലും അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. അവൻ്റെ ദേഷ്യം മുഴുവനും അവൻ അവളുടെ ചുണ്ടുകളിൽ തീർക്കുകയായിരുന്നു. അവൾ അവളുടെ കൈകൾ കൊണ്ട് അവനെ തള്ളിമാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെ സമ്മതിക്കാതെ, അവൾക്ക് ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ അവളുടെ ശരീരത്തേക്ക് അവൻ്റെ ശരീരം ചേർത്ത് വെച്ചുകൊണ്ടാണ് അവൻ അവളെ ചുംബിക്കുന്നത്. അവളുടെ മാറിടം അവൻ്റെ നഗ്നമായ നെഞ്ചിൽ അമർന്നു ഞെരിഞ്ഞു. കണ്ണുകൾ അടച്ചാണ് അവൻ അവളെ ചുംബിക്കുന്നത്. ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം
അവൻ്റെ ദേഷ്യം ഒന്ന് കുറഞ്ഞു എന്ന് തോന്നിയതും അവൻ പതിയെ കണ്ണു തുറന്നു. ശ്രീദേവ് അപ്പോൾ കാണുന്നത് കണ്ണുനീർ ഒഴുകുന്ന ദക്ഷയുടെ മുഖമാണ്. പെട്ടെന്ന് അവളുടെ കണ്ണുനീർ കണ്ടതും അവൻ്റെ നെഞ്ചൊന്ന് വിങ്ങി. അവൻ്റെ ദേഷ്യം മാറി അവിടെ സങ്കടം വരുന്നത് അവൻ അറിഞ്ഞു. അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. അതറിഞ്ഞതും ദക്ഷ കണ്ണു തുറന്നു. നിറഞ്ഞ കണ്ണുകളും അവളുടെ മുഖത്തെ സങ്കടവും കണ്ടതും ശ്രീദേവ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അപ്പോഴും അവൻ അവളുടെ ദേഹത്ത് നിന്ന് മാറാതെ ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. അവൻ 2 കൈകൊണ്ടും അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. നീ എൻ്റെയാണ്, എൻ്റെ മാത്രം. അവൻ പറഞ്ഞതും അവൾ ഒരു ഞെട്ടലോടെ അവനെ നോക്കി. അതെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദക്ഷ. ഐ ലവ് യു ദക്ഷ. എൻ്റെ പ്രണയം ഇങ്ങനെയല്ല പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്ന് നിന്റെ ശരീരത്തേക്ക് മറ്റുള്ളവർ നോക്കുന്നത് കണ്ടതും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എൻ്റെയല്ലേ, എൻ്റെ മാത്രം. അവനത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളും നിറഞ്ഞു. അത്ഭുതത്തോടെയും ഞെട്ടലോടെയുമാണ് ദക്ഷ അത് കേട്ടത്. സത്യമാണ് ദക്ഷ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടട്ടെ, എൻ്റെ ഭാര്യയായിട്ട്. പെട്ടെന്ന് തോന്നിയൊരു ഇഷ്ടമല്ല, ആദ്യമായിട്ട് നിന്നെ കണ്ട അന്നു മുതൽ എൻ്റെ മനസ്സിൽ കയറിക്കൂടിയതാണ്. അത് പ്രണയമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നിന്നോട് എൻ്റെ പ്രണയം പറയാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ അതിങ്ങനെ പറയേണ്ടി വന്നു എനിക്ക്. ഈ ശ്രീദേവ് ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രണയിക്കുന്ന പെണ്ണാണ് നീയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല. പക്ഷെ സത്യം അതാണ്, ഞാൻ നിന്നെ പ്രണയിക്കുന്നു. ഒരുപാട് പ്രണയ സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു പ്രണയം പറച്ചിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. അപ്പോഴും കണ്ണിമ വെട്ടാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് ദക്ഷ. അവൾ കണ്ണുകൾ പോലും ചിമ്മാതെ നിൽക്കുന്നത് കണ്ടതും അവനിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ ശരീരത്തിൽ നിന്ന് ഒരൽപ്പം ഒന്ന് അകന്നതും അവളുടെ നെഞ്ച് ഉയർന്നു താഴുന്നത് അവൻ അറിഞ്ഞു. ഇപ്പോഴാണ് അവൾ ശ്വാസം വിടുന്നത് എന്ന് പോലും അവന് തോന്നി. അപ്പോഴും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് പെണ്ണ്. പെട്ടെന്നുള്ള ഒരു തോന്നലിൽ അവൻ അവളുടെ അരയിലൂടെ കൈയിട്ടുകൊണ്ട് അവനിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ ചുണ്ടുകളിൽ മൃദുവായി അമർത്തി ചുംബിച്ചു. അപ്പോഴാണ് അവളുടെ കണ്ണുകൾ അടഞ്ഞത്. ഇപ്പോൾ വിശ്വാസമായോ? അടർന്നു മാറിക്കൊണ്ട് അവൻ ചോദിച്ചു. അപ്പോഴും ഒന്നും മിണ്ടാതെ അവൾ അങ്ങനെ തന്നെ നിന്നതേയുള്ളൂ. അവൾക്ക് സമയം വേണ്ടിവരും എന്ന് മനസ്സിലായ ശ്രീദേവ് അവിടെ നിന്നും മാറി. അവൻ ചെന്ന് വിൻഡോ കർട്ടനുകൾ എല്ലാം നീക്കി. പുറത്ത് ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി. നിറയെ ലൈറ്റുകൾ വീണു തുടങ്ങി. മനോഹരമായ പുറത്തെ കാഴ്ചയിലേക്ക് ഒന്ന് നോക്കി തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ശ്രീദേവ് കാണുന്നത് വാഷ്റൂമിലേക്ക് പോകുന്ന ദക്ഷയെയാണ്. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പ്രതീക്ഷിക്കാത്ത പ്രണയം പറിച്ചിലായിരുന്നു അല്ലേ ശ്രീദേവിൻ്റെ? ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനൊരു സംഭവം? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.